നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിമാലിക്ക് പുറമെ ദേശീയപാത 85 പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപവും മണ്ണിടിച്ചിൽ. ഇന്നലെ രാത്രിയിലാണ് മണ്ണിടിഞ്ഞത്. വീതി വർധനവിന്റെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞു വീണു. കൂടുതൽ മണ്ണിടിഞ്ഞാൽ മൂന്നാറിലേക്കുള്ള ഗതാഗതം നിലയ്ക്കും. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടന്ന അശാസ്ത്രീയ നിർമ്മാണമാണ് തങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്ന അടിമാലി ലക്ഷം വീട് പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കിടപ്പാടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. മണ്ണ് നീക്കി നിർമ്മാണം നടത്തിയത് പഠനം നടത്താതെയെന്നും ആരോപണം. ഇടുക്കിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനം സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്തു. അന്യാർത്തുള്ളു പരുത്തിപ്പറമ്പിൽ അഷ്റഫിന്റെ ഇയോൺ കാറാണ് തകർത്തത്. കാറിന്റെ മുൻ ഗ്ലാസും ഹെഡ്ലൈറ്റും ഉൾപ്പെടെ നശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് വിപ്ലവകരമായ മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലിക്ക് പുറമെ ദേശീയപാത 85 പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപവും മണ്ണിടിച്ചിൽ. ഇന്നലെ രാത്രിയിലാണ് മണ്ണിടിഞ്ഞത്. റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. വീതി വർധനവിന്റെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞുപോയി. ഇനിയും പ്രദേശത്ത് മണ്ണിടിഞ്ഞാൽ മൂന്നാറിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്ഥിതിയുണ്ടാകും. ഇന്നലെ രാത്രിയിലായിരുന്നു ദേശീയപാത 85 പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ സംഭവിച്ചത്. ദേശീയപാതയുടെ നവീകരണ ജോലികളുടെ ഭാഗമായി ഇവിടെ ഒരു ഭാഗത്ത് മണ്ണു നീക്കുകയും മറുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച വീതി വർദ്ധിപ്പിക്കുന്ന ജോലികൾ നടക്കുന്നുണ്ട്. ഇവിടെയാണ് മണ്ണിടിഞ്ഞു പോയിട്ടുള്ളത്. ദേശീയപാതയുടെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞുപോയ നിലയിലാണ്. നിർമ്മാണത്തിലിരിക്കുന്ന സംരക്ഷണ ഭിത്തിയും തകർന്നു. നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരും വാഹനങ്ങളും സംഭവ സമയത്ത് പ്രദേശത്തില്ലാതിരുന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. ആൾതാമസമുള്ള പ്രദേശത്തേക്കല്ല മണ്ണിടിഞ്ഞിരിക്കുന്നത് എന്നതും ആശ്വാസകരമാണ്. പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയാണ്. ശക്തമായ മഴ തുടരുകയും ഭാരവാഹനങ്ങൾ നിരന്തരം കടന്നു പോവുകയും ചെയ്താൽ ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നും കൂടുതൽ മണ്ണിടിഞ്ഞ റോഡ് കൂടുതൽ അപകടാവസ്ഥയിലാകുവാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇതുവഴി ഗതാഗതം ഒറ്റവരിയാക്കി ക്രമീകരിച്ചിട്ടുണ്ട്. പാതയോരം ഇനിയും ഇടിഞ്ഞാൽ ഇതുവഴിയുള്ള ഗതാഗതം പ്രതിസന്ധിയിലാകും. അത്തരം സാഹചര്യമുണ്ടായാൽ മൂന്നാറിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്ഥിതിയുണ്ടാകും. നാളുകൾക്ക് മുമ്പ് കരടിപ്പാറ ഭാഗത്ത് മണ്ണിടിഞ്ഞ് സമാന സാഹചര്യം രൂപം കൊണ്ടിരുന്നു. ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. സിറ്റി വിഷൻ, മൂന്നാർ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടന്ന അശാസ്ത്രീയ നിർമ്മാണമാണ് തങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ആവർത്തിക്കുകയാണ് അടിമാലി ലക്ഷം വീട് പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കിടപ്പാടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. യാതൊരുവിധ ശാസ്ത്രീയ പഠനവുമില്ലാതെ ഇത്ര വലിയ തോതിൽ മണ്ണ് നീക്കി നിർമ്മാണം നടത്തിയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബങ്ങൾ ആവർത്തിക്കുന്നു. ഇടിഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നെന്നും ആശങ്കയാണ്. ദേശീയപാത 85 നവീകരണ ജോലികളുടെ ഭാഗമായി നടന്ന അശാസ്ത്രീയ മണ്ണെടുപ്പാണ് അടിമാലി ലക്ഷം വീട് പ്രദേശത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇടവരുത്തിയതെന്ന് ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബങ്ങളും പരിസരവാസികളും ഒരുപോലെ പറയുന്നു. വളരെ ഉയരത്തിൽ മണ്ണെടുത്ത് തിട്ടരൂപം കൊണ്ടതും യാതൊരുവിധ ശാസ്ത്രീയ പഠനവുമില്ലാതെ വലിയ തോതിൽ മണ്ണ് നീക്കിയതും അശാസ്ത്രീയതയായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് മഴ പെയ്തിരുന്നില്ല. ആശങ്കകൾ ഒന്നും മുഖവിലക്കെടുക്കാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ കിടപ്പാടം കവർന്നതെന്ന് കുടുംബങ്ങൾ നൊമ്പരത്തോടെ പറയുന്നു. മുകളിലേക്കുള്ളതാണ് ഞങ്ങൾ പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പിന്നെ അവർ പറഞ്ഞോട് പണിയില്ല. അത് നേരായൊരു കാര്യമല്ല. അന്ന് വരെ കണ്ടോണ്ട് ദൃക്സാക്ഷികൾ അതിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അവർ കയറിയിട്ടുണ്ടാകും. ഞങ്ങളുടെ വീട്ടിൽ അകത്തുണ്ട്. ഇത്രമാത്രം ഒരു ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് അവർ ഞങ്ങളെ അന്ന് തന്നെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളോട് മെമ്പർ പറഞ്ഞു ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മാറെന്ന് പറഞ്ഞു. അത്രയും ഇതില്ല ഞങ്ങൾ ചെന്നു. അന്ന് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ സാധനം കൊടുക്കാൻ. വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ചെറിയ മണ്ണിടിച്ചിലിന് ശേഷമായിരുന്നു ശനിയാഴ്ച രാത്രിയിൽ നാടിനെ നടുക്കി നിർമ്മാണ ജോലികൾ നടന്നിരുന്ന ഭാഗത്തെ മല അപ്പാടെ ഇടിഞ്ഞു താഴേക്കെത്തിയത്. മണ്ണിടിച്ചിലിന് മുമ്പേ ഈ പ്രദേശത്ത് വലിയ വിള്ളൽ രൂപം കൊണ്ടിരുന്നു. പ്രദേശത്തെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും പൂർണ്ണമായി ഒഴിവായിട്ടില്ല. മഴ മുന്നറിയിപ്പുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങിയതിനാലും ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. അതേസമയം മണ്ണിടിച്ചിലിൽ പ്രദേശവാസി ബിജു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. നിലവിൽ ആരെയും സംഭവത്തിൽ പ്രതി ചേർത്തിട്ടില്ല. സംഭവശേഷം ദുരന്തവുമായി ബന്ധപ്പെട്ട് കൈകഴുകുന്ന സമീപനമാണ് ദേശീയപാത അതോറിറ്റിയിൽ നിന്നുണ്ടായതെന്ന ആക്ഷേപവും ശക്തമാണ്. സിറ്റി വിഷൻ, അടിമാലി.
അടിമാലി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിനും പുനരധിവാസം ആവശ്യമായ മറ്റു കുടുംബങ്ങൾക്കും സർക്കാർ അടിയന്തര നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് ആവശ്യപ്പെട്ടു. ഭൂമിയും വീടും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കണം. പുറമ്പോക്കിൽ താമസിച്ചു വരുന്നവർക്ക് പകരം സർക്കാർ ഭൂമി ലഭ്യമാക്കണമെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. അടിമാലിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദുരന്ത ബാധിതരെ സന്ദർശിച്ച ശേഷമായിരുന്നു റോയ് കെ പൗലോസിന്റെ പ്രതികരണം. മണ്ണിടിച്ചിൽ മൂലമുണ്ടായ ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിൻ്റെയും പരിക്കേറ്റവർക്കുമൊക്കെ അടിയന്തരമായി സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണം. ഈ ദുരന്തമുണ്ടായി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും അത് സംബന്ധിച്ചൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാത്തത് വളരെ സങ്കടകരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആ കുടുംബങ്ങളൊന്നും തന്നെ സുരക്ഷിതമല്ല എന്നുള്ളതാണ് അവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദുരന്തപൂർണമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ കുടുംബങ്ങളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അത് KSCBയുടെ ക്വാർട്ടേഴ്സുകൾ നമ്മുടെ ഈ മേഖലയിലെല്ലാം വെള്ളത്തൂരിലാണേലും കല്ലാർകുട്ടിയിലാണേലും സമീപ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും നിരവധി ക്വാർട്ടേഴ്സുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ക്വാർട്ടേഴ്സുകൾ പരമാവധി സൗകര്യപ്പെടുത്താനുള്ള ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഒരു നിർദ്ദേശം എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും, അത് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പട്ടയമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ സ്ഥിതി അതിൻ്റെ അകത്ത് കണ്ടു. അപ്പോൾ അവർക്കൊക്കെ പകരം എവിടെയെങ്കിലും ഗവൺമെൻറ് അടിയന്തരമായി സർക്കാർ ലാൻഡ് ഈ പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. അടിയന്തരമായി റവന്യൂ ഭൂമിയോ അതല്ലെങ്കിൽ KSCBയുടെ ഭൂമിയോ അടിയന്തരമായി അത്തരം കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം നൽകുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഈ 2 ദിവസമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിലപാടുകൾ ഒട്ടും സന്തോഷകരമല്ല, ഒട്ടും ആശാസ്യമല്ല. വളരെ അടിയന്തരമായി ഈ കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് ഇടിഞ്ഞ മണ്ണ് നീക്കാൻ നടപടിയില്ല. ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെ ഒരു വാഹനത്തിന് കഷ്ടിച്ച് മാത്രമാണ് കടന്നു പോകാൻ കഴിയുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് റോഡിന് താഴ്വശത്തുള്ള നിരവധി കുടുംബങ്ങൾ. ജൂൺ മാസത്തിലാണ് ശക്തമായ മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് മണ്ണിട്ടിടിഞ്ഞ റോഡിലേക്ക് പതിച്ചത്. ആദ്യം കുറച്ചു ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണുണ്ടായിരുന്നത്. എന്നാൽ ഇതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് കൂടുതൽ റോഡിലേക്ക് ഒലിച്ചെത്തി. ഇതോടെ ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയാണ്. മണ്ണ് നീക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ ഇത് കണ്ട ഭാവമില്ല. മണ്ണ് നീക്കുന്നതിന് സബ് കളക്ടർ അടക്കം നിർദ്ദേശം നൽകിയെങ്കിലും ദേശീയപാത അധികൃതർക്ക് അനക്കമില്ല. നിലവിൽ ശക്തമായ മഴയിൽ വീണ്ടും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകട ഭീതിയിലാണ് റോഡിന് താഴ്വശത്തുള്ള നിരവധി കുടുംബങ്ങൾ. മണ്ണിടിച്ചിൽ ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണെന്നും അടിയന്തര പരിഹാരം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വണ്ടി പോകാൻ വേണ്ടി അവർ മണ്ണെടുക്കുന്നത്. എന്നാലും ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഒരു വിഷമവും ഇല്ലാത്ത രീതിയിൽ എത്ര വീടുകളായിപ്പോ ഈ മഴ കൊണ്ട് നഷ്ടമാകുന്നു, എത്ര ജീവൻ നഷ്ടമായി പോകുന്നു. ഇതിനൊന്നും കണ്ടിട്ട് അവർക്കൊരു മനസ്സ് അവർക്ക് തുറക്കുന്നുമില്ല. അതിനുവേണ്ടി അവർ തീരുമാനം എടുക്കുന്നില്ല. ഞങ്ങള് ഇത്രയും കുടുംബങ്ങൾ ഇവിടെ അടുത്ത് താമസിക്കുക. ഇതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങള് സത്യാഗ്രഹം ഇരിക്കേണ്ടി വരുമെന്ന് പറ. തീരുമാനം എടുത്തില്ലേ ശരിയാകത്തില്ല. 2 വർഷമായി ഞങ്ങൾ കിടന്നങ്ങ് വിഷമിക്കുക. പെട്ടെന്ന് രാത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ മണ്ണെല്ലാം കൂടെ ഇറങ്ങി വന്നാൽ ഞങ്ങൾ എന്നാ ചെയ്യാം? എന്തോരം ഞങ്ങൾ പറഞ്ഞു എന്നാളും വന്നതല്ലേ, പറഞ്ഞു ഞങ്ങൾ മടുത്തു. ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡിന്റെ നടുക്കിരിക്കും. കഴിഞ്ഞ ദിവസം അടിമാലിയിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഭീതി ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് സമീപത്ത് ഹോസ്റ്റൽ നടത്തുന്ന കന്യാസ്ത്രീകളും പറയുന്നു. 2 വർഷത്തോളമായി മണ്ണിടിഞ്ഞ് വീഴുന്നത്. ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ ഇവിടെ തൊട്ടടുത്ത് നടത്തുന്നുണ്ട്. പക്ഷെ അവർക്കും ഞാൻ കുറച്ച് നോട്ടീസൊക്കെ തന്നു. പക്ഷെ ഇപ്പോൾ ഈ ഓരോ ദിവസം ചെല്ലുന്തോറും ഡേഞ്ചറസ് കൂടി വരികയാണല്ലോ.
ഈ കഴിഞ്ഞ ദിവസം അടിമാലിൽ സംഭവിച്ച പോലെ തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം മുകളിൽ നിന്ന് മണ്ണ് എപ്പോഴും ഇടിഞ്ഞ് റോഡിന് നടുവ് വരെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിന് തക്കതായിട്ടൊരു തീരുമാനം ഇതുവരെ ആരും എടുക്കുന്നില്ല. ആരെങ്കിലും വരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും, പക്ഷെ അതിൻ്റെ ബാക്കി എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഇതിന് എന്തെങ്കിലും ഈ സമയത്ത് എന്തെങ്കിലും തക്കതായ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന് മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യണം. ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലായിടത്തും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് അടക്കമുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ദേവികുളത്ത് ദേശീയപാതയിൽ ഇടിഞ്ഞു വീണ് മണ്ണ് നീക്കുന്നതിനോ സമീപത്തുള്ള കുടുംബങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ഒരുവിധ നടപടിയുമില്ല. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനം സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്തു. അന്യാർത്തുള്ളു പരുത്തിപ്പറമ്പിൽ അഷ്റഫിന്റെ ഇയോൺ കാറാണ് തകർത്തത്. കാറിന്റെ മുൻ ഗ്ലാസും ഹെഡ്ലൈറ്റും ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. വീട്ടിലേക്ക് വാഹനം കയറ്റുവാൻ വഴിയില്ലാത്തതിനാൽ റോഡരികിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാതർ വാഹനത്തിന് വ്യാപകമായ കേടുപാടുകൾ വരുത്തി. കല്ലെടുത്തെറിഞ്ഞ് വാഹനത്തിന്റെ മുൻപിലെ ഗ്ലാസും ഹെഡ്ലൈറ്റും തകർത്തു. ബമ്പറും ബോണറ്റും കരിങ്കൽ ഉപയോഗിച്ച് ഇടിച്ചു നാശമാക്കി. ഇതുകൂടാതെ വാഹനത്തിന്റെ പിൻഭാഗത്തെ വശങ്ങളിലും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ ഇത് സാമൂഹ്യ വിരുദ്ധരാരോ തല്ലി തകർത്തു. പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിച്ച് തരണം. കൂടാതെ എൻ്റെ വാഹനത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു. 1.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് വാഹനത്തിന് ഉണ്ടായിട്ടുള്ളത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ-സ്മാർട്ട് വിപ്ലവകരമായ മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിൽ വീഡിയോ KYC വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന സൗകര്യമുള്ള ഏക സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ആകെ ലഭ്യമായ 1,65,000-ഓളം വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളിൽ 70,937 സർട്ടിഫിക്കറ്റുകൾ വീഡിയോ KYC വഴിയായിരുന്നു. 82,212 ബിൽഡിംഗ് പെർമിറ്റുകൾ ലഭ്യമാക്കിയത് 30 സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വഴിയുള്ള സേവനങ്ങൾക്ക് ഒരാൾക്കും ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. നെടുങ്കണ്ടം പഞ്ചായത്ത് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഗ്യാസ് ക്രിമറ്റോറിയത്തിന്റെയും സഹ്യദർശൻ പാർക്കിന്റെയും പ്രവർത്തനോദ്ഘാടനവും ഓപ്പൺ മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനവും വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഗ്യാസ് ക്രിമറ്റോറിയത്തിന്റെയും സഹ്യദർശൻ പാർക്കിന്റെയും പ്രവർത്തന ഉദ്ഘാടനവും പടിഞ്ഞാറെ കവലയിൽ ആരംഭിക്കുന്ന ഓപ്പൺ മാർക്കറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. എം മണി MLA അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ തിരിതെളിഞ്ഞു. 4 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ സബ് ജില്ലയ്ക്ക് കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളിലെ 4000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൽ നീർണാങ്കുന്നിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. കട്ടപ്പന സബ് ജില്ലയ്ക്ക് കീഴിലെ 89ഓളം സ്കൂളുകളിൽ നിന്നായി 4000-ഓളം കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാൾ, ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള 15 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉദ്ഘാടന ദിവസമായ ഇന്ന് രചനാ മത്സരങ്ങളാണ് നടക്കുന്നത്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ജോർജ് ഹൈസ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ കട്ടപ്പന വിദ്യാഭ്യാസ ചരിത്രത്തില് ഒത്തിരിയേറെ മകനീയ വ്യക്തിത്വങ്ങളെ ഈ നാടിന് സമർപ്പിച്ച ആദ്യകാലത്ത് കുടിയേറിയ ആളുകൾക്കൊക്കെ അക്ഷരത്തിന്റെ ദീപം പകർന്നു നൽകിയ വലിയൊരു കുരുക്ഷേത്രത്തിലാണ് ഇന്ന് ഈ കലോത്സവം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ ജേതാക്കളായ മേരികുളം SMLP സ്കൂൾ അധ്യാപകർ, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിൻസ് വർഗീസ്,
ഉപജില്ലാ കലോത്സവ ലോഗോ ഡിസൈനർ ജേതാവ് ഫിയോണ ആൻഡ് സജി, ഇപ് കലോത്സവ റീൽ ചിത്രീകരണ മത്സര വിജയി എന്നിവരെ ഈ വേദിയിൽ ആദരിച്ചു. തുടർന്ന് നടന്ന കലോത്സവ വിളംബര ജാഥ കട്ടപ്പന CI TC മുരുകൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റഫറൻസ് ഫാദർ മഞ്ജു നിരവത്ത്, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനൂപ് കരിങ്ങാട്, കട്ടപ്പന മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, മുനിസിപ്പൽ കൗൺസിലർ സോണിയ JB, മുനിസിപ്പൽ കൗൺസിലറും സ്കൂൾ PTA പ്രസിഡന്റുമായ സിജു ചക്കുമൂട്ടിൽ, കട്ടപ്പന AEO C രാജശേഖരൻ, സ്കൂൾ കലോത്സവം ജനറൽ കൺവീനർ മാണി KC, ജോയിന്റ് ജനറൽ കൺവീനർമാരായ റഫറൻസ് ഫാദർ രാജേഷ് പുല്ലാന്തനാൽ, ബിജുമോൻ ജോസഫ്, ദീപു ജേക്കബ്, സെന്റ് ജോർജ് LP സ്കൂൾ PTA പ്രസിഡന്റ് ജിബിൻ ഞാവള്ളിൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിതിൻ ജോർജ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ വിൻസെന്റ് ജോർജ് എന്നിവർ നേതൃത്വം വഹിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. ഇടുക്കി നെടുങ്കണ്ടത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു ട്രാവലർ ആരും മറന്നു കാണില്ല. പിന്നീട് ട്രാവലർ പുഴയിൽ നിന്നും ഉയർത്തിയെടുത്ത ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. ഇതോടുകൂടി ഉപജീവനമില്ലാതായത് ഈ ട്രാവലറിനെ മാത്രം ആശ്രയിച്ചിരുന്ന 3 കുടുംബങ്ങൾക്കാണ്. ഇവർക്ക് അതിജീവനത്തിന്റെ പാതയൊരുക്കി നൽകുകയാണ് 3 സുഹൃത്തുക്കൾ. നെടുങ്കണ്ടം മേഖലയിലുണ്ടായ പ്രളയ സമാനമായ മലവെള്ളപ്പാച്ചിലിന്റെ ഭീകരാവസ്ഥ നാടറിഞ്ഞത് ഈ വൈറൽ വീഡിയോയിലൂടെയാണ്. പ്രളയജലം ഒഴുക്കിക്കൊണ്ടുപോയത് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതമായിരുന്നു. തകർന്ന സ്വപ്നത്തിന്റെ ബാക്കി പത്രമെന്നോണം പിന്നീട് ആകെ നശിച്ച നിലയിൽ മിനി ബസ് കണ്ടെത്തി. 15 ലക്ഷം രൂപ വിലയുള്ള വിനായക് എന്ന 17 സീറ്റ് ട്രാവലറാണ് ഒഴുക്കിൽപ്പെട്ടത്. ഫിനാൻസ് വ്യവസ്ഥയിൽ വാങ്ങിയ ഈ വാഹനത്തിന് ഇനിയും 5 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കാനുമുണ്ട്. എന്തായാലും വാഹനത്തിന്റെ ഉടമയായ കേളംതറയിൽ റെജിക്കൊപ്പം ഡ്രൈവർമാരായ സന്തോഷിനും അപ്പുവിനും കൂടിയാണ് ഉപജീവന മാർഗം ഇല്ലാതായത്. മാധ്യമ വാർത്തകളിലൂടെ സംഭവം അറിഞ്ഞ സുഹൃത്തുക്കളാണ് ഇവരെ സഹായിക്കുവാനായി മുമ്പോട്ട് എത്തിയത്. ബാംഗ്ലൂരിൽ IT കമ്പനി ജീവനക്കാരായ സുബിൻ, അഞ്ജലി എന്നീ സുഹൃത്തുക്കളും പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു സുഹൃത്തും ചേർന്ന് ഇന്നലെ ഇവർക്ക് പുതിയ ട്രാവലർ സമ്മാനിച്ചു. പുതിയ വാഹനം വന്നതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയിപ്പം നമ്മൾ നിലവിൽ കുറച്ച് ബുക്കിങ്ങും എൻക്വയറി ഇതുണ്ടായിരുന്നു. അതെല്ലാം നിലവിൽ വണ്ടി ഒഴിയത്തോടുകൂടി അതെല്ലാം ക്യാൻസലായി പോവുകയും ചെയ്തു. ഇനി പുതിയൊരു ഇതിലേക്ക് പുതിയൊരു തുടക്കം ഞങ്ങൾക്ക് നല്ലൊരു തുടക്കമായിട്ട് വരേണ്ട അത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ ഒരു സപ്പോർട്ടും. വാഹനം വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതോടെ നിലവിലുണ്ടായിരുന്ന മുഴുവൻ ബുക്കിങ്ങുകളും ഇല്ലാതായി. വാഹനം ആറ്റിൽ നിന്നും കരയ്ക്കെത്തിച്ചപ്പോൾ ജീവിതം അവസാനിച്ചതായി തോന്നിയെന്ന് ഡ്രൈവറായ സന്തോഷ് പറയുന്നു. എങ്കിലും പുതിയ പ്രതീക്ഷയുടെ സന്തോഷത്തിലാണ് ഇവർ. ഈ വാഹനം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ബുക്കിങ്ങുകളെല്ലാം നഷ്ടപ്പെട്ടു. നമുക്ക് ചെറുതോണിൽ നിന്നൊരു വേളാങ്കണ്ണി ട്രിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ശബരിമല സീസണിലേക്കുള്ള ഓട്ടങ്ങളുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞായറാഴ്ചത്തേക്ക് ട്രിപ്പുകളുണ്ടായിരുന്നു. എല്ലാ ട്രിപ്പുകളും ഞങ്ങളുടെ ക്യാൻസലായി പോയി. ഇനി എല്ലാവരും ഞങ്ങളെ പഴയതുപോലെ ഓട്ടവും കാര്യങ്ങളും തന്ന് ഞങ്ങളോട് നിങ്ങളെപ്പോലെ ഒരാളെ ആയിട്ട് ഞങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങൾ. ഇവരെ കൈപിടിച്ചു നിലനിർത്തുവാൻ നാട്ടുകാർ ഒപ്പമുണ്ടാകണമെന്ന അഭ്യർത്ഥന മാത്രമാണ് വാഹനം നൽകിയവർക്ക് നാട്ടുകാരോടുള്ളത്. സങ്കടങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് 3 സുഹൃത്തുക്കൾ നൽകിയൊരു വാഹനമാണിത്. അപ്പം ഒരാൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു IT കമ്പനിയിൽ, വേറൊരാൾ തിരുവനന്തപുരത്താണ്. പേര് അഞ്ജിത സുബിനോൻ. 3ാമത്തെ ആളെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല, അയാൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇവർക്കൊരു ഓട്ടം എല്ലാവരും കൂടി സഹായിച്ചിട്ട് ചെയ്യുക, അത്ര മാത്രമേ പറയാൻ. എന്താണെങ്കിലും നാളെ മുതൽ ഇവരുടെ വിനായക ട്രാവൽസ് വീണ്ടും സർവീസ് തുടങ്ങുകയാണ്. അതിജീവനത്തിന്റെ സർവീസ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ ഓട്ടത്തിൽ 38 വർഷം മുമ്പത്തെ റെക്കോർഡ് തകർത്ത മെഡലുമായി എത്തുമ്പോൾ ദേവപ്രിയയ്ക്ക് പുതിയ വീടിന് തറക്കല്ലിടും. ഇടുക്കി കാൽവരിമൗണ്ട് സ്വദേശിയായ ദേവപ്രിയയ്ക്കും സഹോദരിയും കായിക താരവുമായ ദേവനന്ദനിക്കും CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് വീട് പണിതു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിലെ വേഗറാണിയാണ് ഇടുക്കി കാൽവരിമൗണ്ട് ഹൈസ്കൂളിലെ ദേവപ്രിയ. നേട്ടങ്ങളിൽ സന്തോഷമാണെങ്കിലും വീടെന്ന സ്വപ്നം ഈ കായിക താരത്തിന് ഇനിയും യാഥാർത്ഥ്യമായില്ല. ഇത്തവണയും ട്രാക്കിൽ കുതിക്കുമ്പോൾ ദേവപ്രിയയുടെ മനസ്സിൽ നിറഞ്ഞത് ആ വേദന തന്നെ. ദേവപ്രിയ മിന്നൽ വേഗത്തിൽ കുതിച്ചു പാഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ വീടെന്ന സ്വപ്നത്തിലേക്കുള്ള ദൂരവും കുറഞ്ഞു. സ്കൂൾ കായികമേളയിലടക്കം വേഗറാണി. വാരിക്കൂട്ടിയ മെഡലുകൾ സൂക്ഷിക്കാൻ വീട്ടിൽ സ്ഥലമില്ല. ചാക്കിൽ കെട്ടിവെച്ചിരിക്കുകയാണ് പല ട്രോഫികളും. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വീട്ടിലാണ് ഇവരുടെ 7 അംഗ കുടുംബം താമസിക്കുന്നത്. മകളിലൂടെ തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ. ഇപ്പോഴും ഞാൻ ഈ ഫോണിനകത്ത് അവരുടെ മത്സരം ഇങ്ങനെ എപ്പോഴും തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓട്ടത്തിൻ്റെ സമയത്ത്. അപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവപ്രിയ യുടെ പേര് മാത്രം. എപ്പോൾ ഇത് ഫോൺ തുറന്നാലും അതിങ്ങനെ, അതെന്ന് വെച്ചാൽ റെക്കോർഡ് തകർത്തു എന്നുള്ളതിൻ്റെ ഒരു, അത് തന്നെയല്ല, ഒരു അവളുടെ ജീവിതഭാവിയും കൂടെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു നിലയിലാണ് അവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് ദേവപ്രിയയ്ക്കും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകുക. അത് ഒന്ന്, അവരെ വളരെ ദുർബലമായ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന കുട്ടികളാണ്. അതിൻ്റെ പിതാവ് ഷൈബു നല്ലതുപോലെ അധ്വാനിയാണ്. പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ളവരെല്ലാം, സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായ റോമിയോ ഉൾപ്പെടെയുള്ളവർ വലിയ നിലയായി പിന്തുണച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇത്തരം നിലയിലേക്ക് എത്താൻ കഴിയുന്നത്. അവർക്ക് വീടില്ലായിരുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് വന്നതാണ്. അപ്പോൾ അവിടെ ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ വന്നതുകൊണ്ടാണ് അത് അല്പം കാലതാമസം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനം തരത്തിലാണ് വീടിൻ്റെ പ്ലാനെല്ലാം തയ്യാറാക്കി ഞായറാഴ്ചയോടുകൂടി ആ തർക്കങ്ങളെല്ലാം, ഭൂപ്രശ്നങ്ങളെല്ലാം അവരോടുകൂടി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. കായിക രംഗത്ത് റെക്കോർഡുകൾ സ്വന്തമാക്കുന്നതിനൊപ്പം മറ്റു ചില ആഗ്രഹങ്ങളുമുണ്ട് ദേവപ്രിയയ്ക്കും. ഹൈജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഹോദരി ദേവനന്ദയ്ക്കും. വേഗറാണി ആയിരുന്ന സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ചുമ്മാ ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞു എനിക്ക് IPS എടുക്കണം. തമാശ മോഡലാണെന്ന് പറയുന്നതെങ്കിലും അവളുടെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. അവളെ സംബന്ധിച്ച് അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു വാശി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നേടിയെടുക്കും. അത് അവളുടെ ഒരു, അത് നമുക്ക് അങ്ങനെയാണ് കണ്ടുവരുന്നത് അവളുടെ ഒരു രീതി. പിന്നെ ദേവനന്ദ ആണെങ്കിലും അവൾ ആദ്യത്തെ മത്സരം കഴിഞ്ഞ് സ്വർണം നേടിയപ്പം അവിടുത്തെ ചാനലിൽ നിന്ന് അവിടെ അവരോട് പറഞ്ഞത് എനിക്ക് പട്ടാളക്കാരിയാകുന്നതാണ്. മൈതാനത്ത് നിന്ന് ഉയർന്ന കരഘോഷങ്ങൾ, പുതിയ വീടെന്ന പ്രതീക്ഷ, റെക്കോർഡുകൾ തകർത്ത് മുന്നേറാൻ ഈ സഹോദരങ്ങൾക്ക് ആവേശമാകുന്നത് ഇതൊക്കെ തന്നെയാണ്. സിറ്റി വിഷൻ ഇടുക്കി. കേന്ദ്ര
സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ്, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെയും UDF ബൈസൺ വാലി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ തോമസ് നിരുവത്തുംപറമ്പിൽ, കൺവീനർ സിജു ഏഴോലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ 30-ന് പഞ്ചായത്തിൽ കുറ്റവിചാരണ വാഹനയാത്ര നടത്തുമെന്ന് UDF ഭാരവാഹികളായ തോമസ് നിരുവത്തുംപറമ്പിൽ, കുര്യാക്കോസ് ചേലമൂട്ടിൽ എന്നിവർ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ദുർഭരണത്തിനെതിരെയും ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ UDF ബൈസൺ വാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 30-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8:30-ന് കൊച്ചുപ്പിൽ നിന്നും വാഹന പ്രചരണ യാത്ര ആരംഭിക്കുകയാണ്. ഈ വാഹന പ്രചരണ യാത്ര കൊച്ചുപ്പിൽ UDFന്റെ നിയോജക മണ്ഡലം കൺവീനർ ശ്രീ OR ശശി ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത യോഗത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു കീച്ചേരി മുഖ്യ പ്രഭാഷണം നടത്തും. ജാഥ കൊച്ചുപ്പിലെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം തേക്കുംകാനം, ഉപ്പാറ്, 20 ഏക്കർ, പൊട്ടൻകാട്, ടീ കമ്പനി, ബൈസൺ വാലി പോസ്റ്റ് ഓഫീസ് വഴി, മുട്ടുകാട് സൊസൈറ്റി മേട്, ചങ്ങനാശ്ശേരി കട എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ബൈസൺ വാലി ടൗണിൽ 5 മണിയോടുകൂടി സമാപിക്കും. സമാപന സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എബ്രാഹിംകുട്ടി കല്ലാർ മുഖ്യ പ്രഭാഷണം നടത്തും. പ്രസ്തുത യോഗത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ MJ ജേക്കബ് സംബന്ധിക്കുന്നതാണ്. DNC 90 തരംഗം 2025 കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. വളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം നിമിത്തം മണ്ണും ജലവും മലിനമാവുകയും മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കർഷകരെ ബോധവൽക്കരിക്കുന്നതിനും ജൈവ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായിട്ടാണ് കട്ടപ്പന റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ ആർട്ട് ഷോപ്പി റീറ്റെയിൽ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് കർഷകർ പങ്കെടുത്ത കാർഷിക സെമിനാറും സംരംഭക സംഗമവും സംഘടിപ്പിച്ചത്. ടീം ലീഡർ അജേഷ് വർഗീസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അബ്ദുൽ മജീദ്, സാജു, ഷിനു ഫിലിപ്പ്, ബിനു വള്ളക്കടവ്, സേവ്യർ, ദിലീപ് ഖാൻ, ആശാ പ്രസാദ്, സജികുമാർ എന്നിവർ ആർട്ട് ഷോപ്പി ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി. ഇടുക്കി നെടുങ്കണ്ടത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ച 85 കിൻഡൽ ഭക്ഷ്യധാന്യങ്ങൾ കുഴിച്ചുമൂടി. വെള്ളം കയറി വിതരണയോഗ്യമല്ലാതായ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കുഴിച്ചുമൂടിയത്. മുണ്ടിയരുമയിൽ പ്രവർത്തിക്കുന്ന സോണി ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള ARD 46-ാം നമ്പർ റേഷൻ കടയിൽ വെള്ളം കയറിയാണ് ഭക്ഷ്യധാന്യങ്ങളടക്കം ഉപയോഗയോഗ്യമല്ലാതായത്. കുത്തരി, ചാക്കരി, പച്ചരി, പഞ്ചസാര, ഗോതമ്പ്, ആട്ട തുടങ്ങിയ 170 ചാക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മണ്ണെണ്ണയുമാണ് ഉപയോഗയോഗ്യമല്ലാതായി മാറിയത്. 23 ലിറ്റർ മണ്ണെണ്ണ നഷ്ടമായി. വെള്ളം കയറിയതിനു പുറമെ മണ്ണെണ്ണ വീപ്പ മറിഞ്ഞു വീണും ഭക്ഷ്യധാന്യങ്ങൾ നഷ്ടമായി. വെള്ളം കയറിയ അരിയും മറ്റും ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ ഉടുമ്പൻചോല താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷനിംഗ് ഇൻസ്പെക്ടർമാരും സ്ഥലം സന്ദർശിച്ച നഷ്ടം വിലയിരുത്തിയ ശേഷം അനുമതിയോടെ അവരുടെ സാന്നിധ്യത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ കുഴിച്ചുമൂടി. പറയുമ്പോൾ ഒരു 80 കിൻഡലോളം ഭക്ഷ്യധാന്യങ്ങളും ഏകദേശം 25 ലിറ്ററോളം മണ്ണെണ്ണയും അന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. കുതിർന്ന് മണ്ണെണ്ണ വെള്ളത്തിൽ കലർന്നും കുതിർന്നും ബാക്കി ഭക്ഷ്യധാന്യങ്ങൾ കുതിർന്നും ഉപയോഗയോഗ്യം അല്ലാതെ തീരുകയും അത് പിന്നീട് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് അധികൃതരുടെ അനുവാദത്തോടു കൂടി ഇവിടെ കുഴിച്ചു കൂടുന്ന സാഹചര്യമുണ്ടായി. അത് വളരെ വേദനയുള്ള ഒരു സംഭവമാണ്. കടയുടെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു മുറിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച തന്നെ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. 10,000-കണക്കിന് ജനങ്ങൾ ജീവിതമാർഗമായി സ്വീകരിച്ചിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ തൊഴിൽ മേഖലയെ അംഗീകരിക്കണമെന്ന നാഷണൽ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് അസോസിയേഷൻ INTUC ഇടുക്കി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നാഷണൽ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം അണക്കരയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് റോയി കിഴക്കേക്കരയുടെ അധ്യക്ഷതയിൽ അണക്കര ആപ്കോസ് ഹാളിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി നോയൽ ജോർജ് നിർവഹിച്ചു. നെറ്റ്വർക്കിംഗ് മേഖലയെ മോണിറ്റർ ചെയ്യുന്നതിനായി സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 10,000-കണക്കിന് ജനങ്ങൾ ജീവിതമാർഗമായി സ്വീകരിച്ചിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ തൊഴിൽ മേഖലയായി അംഗീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. INTUCയുടെ ഒരു കീഴ്വഴക്കമനുസരിച്ച് ഈ അഭിസംബോധനകൾ കുറയ്ക്കണമെന്ന് നമ്മൾ സ്വാഗത പ്രസംഗം പിന്നെ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആൾക്കാരത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്
നമ്മുടെ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ സാർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള മാട്ടുക്കാരൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം എടുത്തിരിക്കുന്ന തീരുമാനം. അപ്പോൾ അതുകൊണ്ട് ആ ചിട്ടവട്ടത്തിലായി INTUC വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈനി റോയ്, INTUC ജില്ലാ സെക്രട്ടറി തങ്കച്ചൻ ഇടയാടി, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജി ജോർജ്, ടോമി മുണ്ടയ്ക്കൽ, സന്തോഷ് MS, ജോസ് ഫിലിപ്പ്, ബിനു PV, സേവ്യർ മാത്യു, അന്നമ്മ തോമസ് എന്നിവർ പ്രസംഗിച്ചു. നന്മ INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ജോസഫ് വെട്ടിക്കാല സ്വാഗതവും സെക്രട്ടറി ഷിനു ഫിലിപ്പ് നന്ദിയും പറഞ്ഞു. സിറ്റി വിഷൻ, കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,225 രൂപ, പവന് 88,600 രൂപ, വെള്ളി ഗ്രാമിന് 165 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലിക്ക് പുറമെ ദേശീയപാത 85 പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപവും മണ്ണിടിച്ചിൽ. ഇന്നലെ രാത്രിയിലാണ് മണ്ണിടിഞ്ഞത്. വീതി വർധനവിന്റെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞു വീണു. കൂടുതൽ മണ്ണിടിഞ്ഞാൽ മൂന്നാറിലേക്കുള്ള ഗതാഗതം നിലയ്ക്കും. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടന്ന അശാസ്ത്രീയ നിർമ്മാണമാണ് തങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്ന അടിമാലി ലക്ഷം വീട് പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കിടപ്പാടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. മണ്ണ് നീക്കി നിർമ്മാണം നടത്തിയത് പഠനം നടത്താതെയെന്നും ആരോപണം. ഇടുക്കിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനം സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്തു. അന്യാർത്തുള്ളു പരുത്തിപ്പറമ്പിൽ അഷ്റഫിന്റെ ഇയോൺ കാറാണ് തകർത്തത്. കാറിന്റെ മുൻ ഗ്ലാസും ഹെഡ്ലൈറ്റും ഉൾപ്പെടെ നശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന K-സ്മാർട്ട് വിപ്ലവകരമായ മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.